മലയാള സിനിമയുടെ വിജയക്കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തലവൻ, ടർബോ, ഗുരുവായൂർ അമ്പലനടയിൽ, മന്ദാകിനി തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു. മെയ് 31-ന് ധ്യാൻ ശ്രീനിവാസൻ നായകനായി വരുന്ന കുടുംബശ്രീയും കുഞ്ഞാടും, സുരാജ് ബിജിമേനോൻ കോംബോയിൽ നടന്ന സംഭവം, അതുപോലെ സ്വകാര്യ സംഭവ ബഹുലം തുടങ്ങിയ ചിത്രങ്ങളും തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. എന്നാൽ ഏതൊക്കെയാണ് വരാനിരിക്കുന്ന വമ്പൻ ചിത്രങ്ങളെന്ന് നോക്കാം. അതിലാദ്യത്തേത് നാഗ് അശ്വിന്റെ സംവിധാനത്തിൽ പ്രഭാസിനെ നായകനാക്കി വരുന്ന കൽക്കിയാണ്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നതും നാഗ് അശ്വിൻ തന്നെയാണ്. 600 കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. പ്രഭാസ് ആരാധകരടക്കം സിനിമാ പ്രേമികൾ വളരെ ആവേശത്തോടെയാണ് ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. ചിത്രത്തിൽ പ്രഭാസിനെ കൂടാതെ അമിതാഭ് ബച്ചൻ, കമൽ ഹസൻ, ദീപിക പദുക്കോൺ തുടങ്ങി നല്ലൊരു താരനിര തന്നെയുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും മുതൽ മുടക്കിൽ വരുന്ന ചിത്രം കൂടെയാണ് കൽക്കി. ചിത്രം ജൂൺ 27-ന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. രണ്ടാമതായി ശിവയുടെ സംവിധാനത്തിൽ സൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി വരുന്ന കങ്കുവയാണ്. ഏറെ നാളുകളായി ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടെയാണ് കങ്കുവ. പ്രതിനായകനായി ബോബി ഡിയോൾ കൂടി എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ദിശ പതാനി, യോഗി ബാബു എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ദേവി ശ്രീ പ്രസാദാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. പാൻ ഇന്ത്യൻ റിലീസായി വരുന്ന ചിത്രം 10-ലധികം ഭാഷകളിലാവും എത്തുക. പുഷ്പ 2 ദി റൂൾ ആണ് അടുത്ത ചിത്രം. അല്ലു അർജുൻ നായകനായി വരുന്ന ചിത്രം ആഗസ്റ്റ് 15-ന് തിയേറ്ററുകളിൽ എത്തും. ആദ്യ ഭാഗത്തിന്റെ വൻ വിജയത്തിന് ശേഷം രണ്ടാം ഭാഗം എത്തുമ്പോൾ ആരാധകരും ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തിനായുള്ള കാത്തിരിപ്പും അതിൽപ്പെടും. സുകുമാറാണ് ചിത്രത്തിന്റെ സംവിധാനം. പോയ വർഷം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അല്ലു അർജുന് നേടിക്കൊടുത്ത ചിത്രം കൂടെയാണ് പുഷ്പ. ശങ്കറിന്റെ സംവിധാനത്തിൽ വരുന്ന ഇന്ത്യൻ 2 ആണ് മറ്റൊരു ചിത്രം. 1996-ൽ ഇറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ പ്രതീക്ഷകളും ഏറെയാണ്. കമൽ ഹസൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ചിത്രം ജൂലൈ 12-ന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശങ്കർ സിനിമ എന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ക്വാളിറ്റി ഏറെക്കുറെ മനസ്സിലാക്കാം. വിക്രത്തിന് ശേഷം വരുന്ന കമൽ ഹാസൻ ചിത്രം എന്ന പ്രത്യേകതയും ഇന്ത്യൻ 2-നുണ്ട്. സിനിമാ പ്രേമികളടക്കം ഏവരും കാത്തിരിക്കുന്ന ചിത്രമാണ് വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനായി എത്തുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് വാനോളം ഉയർന്നിരുന്നു. ഈ വർഷം കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെ ഗോട്ടുണ്ട്. ഇരട്ട വേഷങ്ങളിലാണ് വിജയ് ചിത്രത്തിൽ എത്തുന്നത്. സെപ്റ്റംബർ 5-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇനിയും ഒരുപാട് വമ്പൻ ചിത്രങ്ങൾ ഈ വർഷം ഇറങ്ങാനുണ്ട്. എമ്പുരാൻ അടക്കം അതിൽപ്പെടും. മറ്റൊരു വീഡിയോയിൽ അടുത്ത ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി കാണാം. ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്ന് കൂടെ കമന്റ് ചെയ്യൂ.